ഇവിടെ എന്തായിട്ടാണ് ഇത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഇൻസെൻസ് സ്റ്റിക്ക് ആണ്. ചന്ദനത്തിരിയാണ് ഇത്. 412 kg വെയിറ്റ് ഉണ്ട്. പിന്നെ 69 ഫീറ്റ് അടിയുണ്ട്. പിന്നെ ഇത് ബേൺ ചെയ്ത് മോർ ദാൻ 1 month ഇത് ബേൺ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. ഇത് സാൻഡൽവുഡ് പൗഡർ, സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ, പിന്നെ കേക്കർ വുഡ്, ഇതൊക്കെയാണ് അതിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം യൂസ് ചെയ്ത് എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് റോസിന്റെ പെറ്റൽസ്. ഇത് ഗൂഗിൾ. ഇത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. വെർട്ടിവെയർ എന്ന് പറയുന്നത് രാമച്ചല്ലേ. രാമച്ചം. ഓക്കെ. ഇത് ബേൺ ചെയ്യാനുള്ളൊരു. ഇതൊക്കെ ഇമ്പോർട്ടഡ് അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇത് ലെമൺ ഗ്രാസ് അല്ലേ? അത് വീട്ടിലായിട്ട് യൂസ് ചെയ്യാനുള്ളത്. ഇത് ഫ്രാഗ്രൻസ് കുന്തിരിക്കല്ലേ. ഈ അഗർവുഡ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് എക്സ്പെൻസീവ് വുഡ്. പിന്നെ ഇതെല്ലാം അതിന്റെ പൗഡേഴ്സാണ്. സാൻഡൽ, റോസ്, ഇതൊക്കെ അഗർബത്തി ഉണ്ടാക്കുന്ന നാച്ചുറൽ പൗഡേഴ്സ് ആണ്. ഇത് നമ്മള് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ്. ഹണിയുടെയും പിന്നെ റബ്ബർ ട്രീ പൗഡറിന്റെയും റൈസറിന്റെയും മിക്സ് ആണ്. പിന്നെ ഇതെല്ലാം ഫ്ലേവേഴ്സ്. നമ്മൾ നോർമലി ഇൻസെൻസ് വാങ്ങുമ്പോൾ അതൊരു 15 മിനിറ്റ് കത്തുള്ളൂ. നമ്മൾ ഹണി വെച്ചിട്ട് മേക്ക് ചെയ്തുകൊണ്ട് അത് 1 മണിക്കൂർ കത്തും. 1 മണിക്കൂർ കത്തുന്നുണ്ട്. പിന്നെ ഇതിന് എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ. അത് ഒടിയില്ല അല്ലേ? ഒടിയില്ല. ബാംബു സ്റ്റിക്ക് വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത്. പിന്നെ അത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ്. അതില്ലേ? ഇനി ഇത് വരുന്നത് ഇത് ഓയിൽസ് വയ്ക്കുന്നതാണ്. കോക്കനട്ട് ഓയിൽ. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. അത് പെർഫ്യൂമിൻ്റെ. ഇതെല്ലാം ഇന്റർനാഷണൽ പെർഫ്യൂമിൻ്റെ ബോട്ടിൽസ് ആണ്. ഇത്രയും പെർഫ്യൂമിൻ്റെ ബേസ് ഓയിൽസ് നമുക്കുണ്ട്. ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. നമ്മൾ അത് ഫ്ലവർ ഇട്ട് ബോയിൽ ചെയ്യും. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി വാട്ടറിൻ്റെ മുകളിൽ ഓയിൽ വന്നിട്ട് ഓയിൽ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെയാണ് പെർഫ്യൂം ഓയിൽസ് ഉണ്ടാക്കുന്നത്. ഇതിന് ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് പെർഫ്യൂംസ് മേക്ക് ചെയ്യുന്നത്. ഇതാണ് ലാബ്. ലാബിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏതാ ഫ്ലേവർ എന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ചൂസ് ചെയ്യാം നിങ്ങളുടെ സ്മെല്ലിനനുസരിച്ച്. പിന്നെയാണ് ഗ്ലാസ് ഇതിൽ വരുന്നത് അല്ലേ? ഇതൊക്കെ ബോട്ടിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട്. ഈ മെഷീൻ ഇത് പഞ്ച് ചെയ്യുന്നതോ? ഇതിൻ്റെ അല്ലേ? ക്യാപ്പ്. വൈറ്റ് മസ്ക് യൂസ് ചെയ്യും. ഷനൽ സാൻഡ്സ് യൂസ് ചെയ്യും. നമുക്ക് എങ്ങനത്തെ സ്മെല്ലാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സ്മെല്ല് മൈൽഡ് ആണോ സ്ട്രോങ് ആണോ അനുസരിച്ച് ഒരു പൗഡറി സ്മെൽ. പിന്നെ ഈ ഒരു പെർഫ്യൂം ഓപ്പൺ ചെയ്ത് വെച്ചാലും എവാപ്പറേറ്റ് ചെയ്ത് പോയില്ല. 10 കൊല്ലയിലും 15 കൊല്ലയിലും ഇതിന്റെ സ്മെല്ല് അത് കുറച്ചും കൂടുകയും ചെയ്യും, കുറയില്ല. ഓയിൽ ആയതുകൊണ്ട് സ്ട്രോങ് ആയി വരികയും ചെയ്യും. ഇത് ബ്ലാക്ക് കോപ്പി എന്ന് പറഞ്ഞാൽ കോഫി ഉണ്ടോ? സ്മെല്ല് അറിയുന്നില്ല. ഇതാകുമ്പോൾ 50 ml, ഇതാകുമ്പോൾ 100 ml. ഇതാകുമ്പോൾ വിത്തൗട്ട് ആൽക്കഹോൾ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 1500 വരും. ഇത് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി 3000 ആണ്. 500 rupees ഡിസ്കൗണ്ട് ഇതിന് വരും. 2500. സ്പ്രേ ഫോം ആണ്. നോർമലി സ്പ്രേ അടിക്കുന്ന പോലെ ഒരുപാട് അടിക്കരുത്. 2 സ്പ്രേ അടിച്ചാൽ മതിയാവും. 24 hours ലാസ്റ്റ്. ഇതൊരു സ്പ്രേ മാത്രമല്ല, നിങ്ങൾക്ക് ട്രഡീഷണൽ വേ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെഫ്യൂസർ ഉണ്ടല്ലോ വീട്ടിൽ, അതിൽ ഒഴിക്കാം. കാർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാം. വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ ഫ്രഷ്നർ ആക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആൽമണ്ട് ഓയിലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാജ് ചെയ്യാം. മെഷീൻ്റെ സംഭവം കണ്ടിട്ടുണ്ട്.
400 അല്ലേ, 50 പീസ് 400 അല്ലേ. Frankincense cinnamon